ഞാൻ അങ്ങോട്ട് ഒന്ന് രണ്ട് പേരെ മാധ്യമപ്രവർത്തനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് പേരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തുവോ? സ്ത്രീ പീഡനത്തിൽ പരാതിയായിട്ടുള്ള മീറ്റു ആരോപണത്തിൽ വിധേയരായിട്ടുള്ള പല മാധ്യമങ്ങളിലും ഇന്നും തലപ്പത്തിരിക്കുന്ന നിരവധി മാധ്യമ മേലാളന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തുവോ? ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആ ചാനലിലെ മറ്റൊരാൾക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുകയും അവരെ ആ ചാനലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ട് എത്ര പേര് ചാനൽ ചർച്ച നടത്തി? അതല്ല ഉദ്ദേശം. ഞാൻ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഇപ്പൊ നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് മലയാള സിനിമയിൽ നടൻ ദിലീപിനെതിരെ ഒരു പ്രശ്നം വരുന്നു. ആ പ്രശ്നത്തിൽ മാത്രമാണ് നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിന് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ബാക്കിയെല്ലാം ഇങ്ങനെ ഏറെ നിൽക്കുകയാണ്. ഈ ഏറെ നിൽക്കുന്ന കാര്യം വെച്ചിട്ട് ഒരാൾ അയാളുടെ ജീവിതം അവസാനിപ്പിച്ച് വീട്ടിൽ കുത്തിയിരുന്ന് കഥ അടച്ചിട്ട് പുറത്തിറങ്ങണ്ട എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എവിടെ പോണു? വെള്ളം കുടിക്കും. സിനിമാ മേഖലയിലുള്ള ഭൂരിഭാഗം പുരുഷന്മാരും മോശമാണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് എന്ന് ഞാൻ ഇത് ആര് ഈ ഇത്രയും പേര് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയിൽ എത്ര പേര് ശതമാനക്കണക്കിൽ എടുക്കും? അതാ ഞാൻ പറഞ്ഞത്. എത്രയോ മാധ്യമ പ്രവർത്തകർ പീഡന കേസിൽ പുറത്തു വന്നേക്കുന്നു. അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്, ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം സഹിച്ചും കഷ്ടപ്പെട്ടും കിടന്നു കൊടുത്തിട്ടാണെന്ന് ഞാൻ ഇവിടുന്ന് വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും? ഇത് അപ്പൊ നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന പുരുഷന്മാർക്ക് എങ്ങനെ ഫീൽ ചെയ്യും? എത്രയോ കേസുകൾ മാധ്യമ പ്രവർത്തകരെ വന്നേക്കുന്നു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.